ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ ദൈവം നമ്മൾക്കിന്ന് പുതിയൊരു ദിവസം കൂടി തന്നിരിക്കുകയാണ്. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആ ദൈവിക സാന്നിധ്യത്തിനായി യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം തുടങ്ങാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പൗലോസ്ലീഹ കോറന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 16 തിരുവചനം. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ആരാണ് എന്ന് വ്യക്തമായിട്ട് ദൈവവചനം നമ്മളോട് പ്രഘോഷിക്കുന്നു. നമ്മുടെ ഉള്ളിലാണ്, നമ്മൾ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം. ജീവനുള്ള ദൈവത്തിന് വസിക്കുവാനുള്ള ആലയമായി നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുകയും വ്യാപരിക്കുകയും അവരുടെ ദൈവവുമായിരിക്കും. ഈ ജനമെല്ലാം എൻ്റെ ജനവുമായിരിക്കും. എത്ര സ്നേഹത്തോടു കൂടിയാണ് പിതാവായ ദൈവം നമ്മളെ കരുതുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി ഭവനങ്ങൾ പണിയുന്നത് പോലെ കർത്താവിന് നമ്മളോടൊപ്പം ജീവിക്കുവാൻ വേണ്ടി ആ ദൈവത്തിൻ്റെ ആലയമായി നമ്മളെ തന്നെ മാറ്റുകയാണ്. ആ ദൈവത്തിന് നമ്മുടെ കൂടെ വസിക്കുവാനും നമ്മൾക്ക് വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും നമ്മളുടെ ദൈവമായിട്ട് നമ്മുടെ കൂടെ നടക്കുവാനും എല്ലാ കാര്യങ്ങളിലും പരിപൂർണതയുണ്ടാക്കുവാൻ നമ്മളെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഇത് വ്യക്തമായിട്ട് ദൈവജനം മനസ്സിലാക്കുമ്പോൾ നന്മ ചെയ്യണോ തിന്മ ചെയ്യണമെന്ന് അവന് സ്വയം തീരുമാനിക്കാൻ പറ്റും. ദൈവം അവൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവൻ നന്മയുടെ ഭാഗം തിരഞ്ഞെടുക്കും. ഒരു മനുഷ്യൻ പിശാചിനോടൊപ്പമാണെങ്കിൽ അവൻ തിന്മയുടെ ഭാഗത്ത് നിൽക്കും. എന്നാൽ അങ്ങനെയുള്ളവരെ തള്ളിക്കളയുന്നതിന് പകരം ദൈവവുമായി ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഒരിടയൻ തൻ്റെ ആടിനെ തേടിപ്പോകും. നമ്മളിൽ വസിക്കുന്ന കർത്താവ് നമ്മളെ ഒരു ആലയമായി മാറ്റിയിരിക്കുന്ന, ദൈവത്തിന് വസിക്കാനുള്ള ആലയമായി മാറ്റിയിരിക്കുന്ന കർത്താവ് നമ്മളെ കൊണ്ട് ഇടയന്മാരാക്കി നഷ്ടപ്പെട്ടതിനെ തെരഞ്ഞു പോകുവാൻ ശ്രമിക്കും. അതിന് നമ്മൾക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ദൈവമേ, നിൻ്റെ ഹിതം എന്നിൽ നിറവേറുവാൻ അങ്ങ് എന്നോട് ചേർന്ന് നിൽക്കണമേ, എൻ്റേതാക്കി മാറ്റണമേ.
ഈ ദൈവവചനം നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.